മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ കരുണയോട് ഇങ്ങനെ പറയുകയാണ്, കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട, നിൻ്റെ അവസ്ഥയൊന്നും ഞാൻ നോക്കില്ല, തിളച്ച വെണ്ണയാണ് ഇവിടെ ഇരിക്കുന്നത്, മുഖത്ത് കോരി ഒഴിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ കരഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ മടിച്ചവിടെ നിൽക്കുമ്പോൾ കയറിപ്പോടി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മഞ്ജുവിൻ്റെ വീട്ടിൽ പോയതും മഞ്ജു ഇങ്ങനെ കണ്ടതും ചോദിക്കുകയാണ് കേട്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളോടല്ലേ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയാണ്. സാഗറും അതാരാണ് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ദുർഗ പലഹാരപ്പൊതികൾ കൊടുക്കും. മോളെ ഇതാ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, കരുണയ്ക്കും കൂടി കൊടുക്കാതെ നിനക്ക് തന്നതിന് ശേഷം ബാക്കി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് മോളെ എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് തന്നെ മഞ്ജു അത് വാങ്ങണം, 2 കവറിലെ പൊതിയും വാങ്ങണം കേട്ടോ. അതിനുശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് മുറ്റത്തേക്ക് അത് വലിച്ചെറിയണം. അത് കാണുമ്പോൾ ദുർഗയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. കരുണ പറയും, നിങ്ങളിനി എൻ്റെ കുഞ്ഞിനെയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി അവിടെ ആശുപത്രിയിൽ പോയിട്ട് ആ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ നിങ്ങളുടെ മരുമോൾക്ക് കൊടുത്താൽ മതിയല്ലോ, നിങ്ങളോടല്ലേ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മഞ്ജു നന്നായിട്ട് ദുർഗയെ പറയണം കേട്ടോ. ദുർഗ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ, ഞാൻ പഴയ സ്വഭാവമല്ല, എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം മാറിപ്പോയി മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങളെ എന്താ പഴയ അമ്മയല്ല നിങ്ങളുടെ ആങ്ങളമാരുടെ സ്വഭാവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തിനും മടിയില്ലാത്ത സ്ത്രീയാണ് നിങ്ങളെ ഒരിക്കലും എന്നെ കാണാൻ വേണ്ടി വരരുത് എന്ന് പറയണം കേട്ടോ. നിങ്ങൾ കൊണ്ടുവന്ന പലഹാരം കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയണം. മഞ്ജു നല്ല പോലെ ദുർഗയെ പറയണം കേട്ടോ. ദുർഗ കരഞ്ഞുകൊണ്ട് ആ കവർ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് മോളെ, മോൾക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയും. ഇതിലൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അതേസമയം സാഗർ പറയും, ഇതിപ്പോൾ മഞ്ജു വാങ്ങിയെങ്കിലും കൂടി മഞ്ജുവിനെ ഞാനിത് കഴിക്കാൻ വിടില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങളൊരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇത് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ പൊതി എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതേസമയം സാഗർ മഞ്ജു കൂടി പറയുന്നുണ്ട്, ഇവരുടെ സ്വഭാവം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം, ഒരിക്കലും അവരെന്ത് തന്നെങ്കിലും അത് കഴിക്കാനും പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു ദുർഗയെ നന്നായിട്ട് പറയുന്നുണ്ട്, കാരണം നിങ്ങളുടെ കരുണയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, അല്ലാതെ ഞങ്ങൾക്ക് ഒരു സാധനവും വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ദുർഗ നേരെ ആശുപത്രിയിലേക്കാണ് പോവുക കേട്ടോ. ആശുപത്രിയിൽ പോകുമ്പോൾ തന്നെ ലേഖയും മഹാലക്ഷ്മിയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് തന്നെ മഞ്ജു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ടേക്ക് വന്നു പലഹാരങ്ങൾ കൊണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അവരതിനെപ്പറ്റി പറയണേ, എന്തിനാണ് അവ ഇപ്പോൾ പോകുന്നത് എന്നിങ്ങനെ ലേഖ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവരുടെ സ്വഭാവം മാറി തോന്നുന്നു എന്ന് പറയണം. ലേഖ പറയും, നീ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുർഗ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഡോറ് തുറന്നതും ലേഖ ചോദിക്കും, ദാ നിൻ്റെ അമ്മായിയമ്മ വന്നിരിക്കണു, കയറ്റി വിടണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയാം, കയറി വന്നോട്ടെ പറയും കേട്ടോ. പിന്നീട് ചോദിക്കും, ദുർഗയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണം, മോളെ ഇതാ കുറച്ച് കുഞ്ഞുടുപ്പാണിത്, നീ വേണ്ട എന്ന് പറയരുത് മോളെ, ഇത് കുഞ്ഞിനാണ് എന്ന് പറയുമ്പോൾ ലേഖ പറയും, കുഞ്ഞുടുപ്പ് മുതൊന്നും വേണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോയിക്കോ, നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഇനി അമ്മയും കുഞ്ഞിനെയും എന്തെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളും നിങ്ങളുടെ മോനും കൂടിയിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? കണ്ണേട്ടനും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ നിങ്ങൾ സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദുർഗയെ ഭയങ്കരമായിട്ട് ലേഖ വഴക്ക് പറയണം കേട്ടോ. പക്ഷേ ദുർഗ ഒന്നും പറയണില്ല. ഞാൻ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം ആവണില്ലല്ലോ, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കരുണ പിന്നീട് ലേഖ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മോനോടും അതേപോലെ തന്നെ ഈ മഹാലക്ഷ്മിയോടും ഒരു തരി പോലും സ്നേഹമുണ്ടോ? കണ്ണേട്ടൻ നിങ്ങളെയൊക്കെ നോക്കുന്നതിന് രണ്ടാനമ്മേനെ കൊണ്ടുവന്നതിന് പകരം 3-4 നായക്കളെ വെടിച്ച് വളർത്തിയതാണെങ്കിൽ അവർക്ക് സ്നേഹം ഉണ്ടാകും. അതാണല്ലോ നിങ്ങൾ നിങ്ങളുടെ മരുമോൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, അല്ലാതെ ഇവിടെ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കുകയാണ്. അതേസമയം ദുർഗ പറയുന്നുണ്ട്, മോളെ നിൻ്റെ അയ്യപ്പ വിഗ്രഹത്തിനോട് ഞാൻ രാവിലെയും വൈകുന്നേരം പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അതിനുശേഷം ദുർഗ കുഞ്ഞിനെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ലേഖ പറയും, നിങ്ങൾ കുഞ്ഞിനെയൊന്നും കാണണ്ട, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയും, നിങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞുടുപ്പ് അവിടെ വെച്ചോളൂ എന്ന് പറയണം, നിങ്ങളിപ്പോൾ പോകുകയും എന്ന് മഹാലക്ഷ്മി പറയണം. കാരണം ലേഖ സമനില തെറ്റിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് മഹിക്ക് അറിയണം കേട്ടോ. അതേസമയം പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയുടെ
മഹാലക്ഷ്മി വന്നിട്ട് എൻ്റെ കുഞ്ഞുമോൾക്കും അതേപോലെ തന്നെ എൻ്റെ മരുമോനും നല്ല ബുദ്ധി തരണേ, അവൾക്ക് മൂദേവി തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. ആ പ്രാർത്ഥിച്ചോ അതേപോലെ തന്നെ നടക്കുന്നത് എന്ന് പറയും. എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ടോ. അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ കേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പൈസയെല്ലാം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ആരാ അതങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടനും കൂടി കേസ് നടത്തിക്കഴിഞ്ഞാൽ ആ പൈസ വേണമെന്നാണ് പറയും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയും, അവൻ അങ്ങനെ പറഞ്ഞോ ചോദിക്കാതെ പറഞ്ഞു, തീർച്ചയായിട്ടും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. മോഹിനിയുടെ കാര്യം എനിക്ക് അവരുടെ കാര്യം ഒന്നും കേൾക്കണ്ട എന്ന് കരുണ പറയുന്നു കേട്ടോ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ശരി എന്തായാലും ശരി എനിക്കൊന്ന് അവിടം വരണം എന്ന് പറയും. എന്തിനാ മുത്തശ്ശി ചോദിക്കും. അല്ല എനിക്ക് എങ്ങനെയെങ്കിലും നിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മോളെ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് വരികയാണ് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം മുത്തശ്ശിയും അതേപോലെ തന്നെ കരുണയും കൂടി പോകുമ്പോൾ ദുർഗ തുടക്കിയായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇവരെ കണ്ടതും ചോദിക്കും, നീ എവിടേക്കാടി തൂത്ത് തുടയ്ക്കാതെ നീ എങ്ങോട്ടാടി പോയത്, ഇവിടെ തുടയ്ക്കാനുള്ളത് നിനക്കറിയില്ലേ, നീ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കും കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ ദുർഗയോട് ഇങ്ങനെ പറയണം കേട്ടോ, ദുർഗേ മോള് ഇങ്ങനെ വിശേഷമുള്ളതല്ലേ, നീ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്താ നീ ഇങ്ങനെ പറയുന്നത്, നിങ്ങളോടത്ത് ആരാ ഇവിടെ വരാൻ പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് കയറി പോരുത്, നിങ്ങളെനിക്ക് കണ്ടുകൂടാ എന്ന് പറയും. എനിക്ക് ഉണ്ണിക്കൂട്ടനെ ഒന്ന് കാണണം പറയും. ഉണ്ണിക്കൂട്ടനെ ഒന്നിനെയും കാണണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുർഗ ആട്ടി ഇറക്കാൻ നിൽക്കുക കേട്ടോ. അതേ സമയത്തായിരിക്കും ഉണ്ണി ഇറങ്ങി വരിക കേട്ടോ. എന്താ നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് ചോദിക്കണം. അതേസമയം മുത്തശ്ശി ചോദിക്കേണ്ടത്, നീ കേസിൻ്റെ കാര്യത്തിൽ നിനക്ക് വേണം പറഞ്ഞില്ല മോനെ എന്ന് ചോദിക്കും. എൻ്റെ അച്ഛനെ കൊന്നിട്ടുള്ള ആ കേസിൻ്റെ കാര്യത്തിനുള്ള പൈസ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ, അത് നിർബന്ധമായിട്ട് വേണം എന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ ദുർഗയും കണ്ണനും എല്ലാവരും പറയണം കേട്ടോ. മുത്തശ്ശിയെ ആട്ടി ഇറക്കുന്ന പോലെ പോകണം. മുത്തശ്ശിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഉണ്ണിയുടെ പേരിൽ ഇതെല്ലാം റേഷ് ചെയ്ത് കൊടുത്തതും ഈ സ്വർണം കൊടുത്തതും ഒന്നും പറയാൻ പറ്റാതെ മുത്തശ്ശി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.